പ്രിയമുള്ളവരെ, പുഴക്കരയിൽ നിന്ന് മടങ്ങി വരുന്നു ചേട്ടനും അനിയത്തിയും. 5ഉം 3ഉമാണ് വയസ്സ്. വഴിയരികിലെ പെട്ടിക്കടയിലെത്തിയപ്പോൾ അനിയത്തിയുടെ നടത്തം നിന്നു. ബലൂണിലേക്ക് ചൂണ്ടിയിട്ട് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നു. ചേട്ടൻ വേറൊന്നും ആലോചിച്ചില്ല. 2 ബലൂണുകൾ ചോദിച്ചു വാങ്ങിയിട്ട് അനിയത്തിക്ക് കൊടുത്തു. കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ വിലപ്പെട്ട വേറൊരു സാധനം കീശയിലുണ്ട്. അതെടുത്തിട്ട് കടക്കാരന് നേരെ നീട്ടി. അയാളൊന്ന് ചിരിച്ച് സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി 2 ആളെയും യാത്രയാക്കി. അഭിമാനത്തോടെ ചേട്ടനും ആനന്ദത്തോടെ അനിയത്തിയും നടന്നു നീങ്ങി. എന്താ കൊടുത്തതെന്നറിയോ? പുഴയിൽ നിന്ന് കിട്ടിയ മിനുസമുള്ള കല്ലുകൾ. ആ കാഴ്ചയിലെ കൗതുകം കണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പരിഹസിച്ചു. നിങ്ങളൊരു വല്ലാത്ത മണ്ടൻ തന്നെ, പൈസയ്ക്ക് പകരം കല്ലാണോ വാങ്ങുന്നത്? ഇത് കേട്ട് ആ കടക്കാരൻ്റെ മുഖത്ത് ഒരു കുസൃതി ചിരി. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ വലിയ ആളുകളുടെ കണക്കിൽ ഞാൻ ശരിക്കും മണ്ടനാണ്. പക്ഷെ ഞാൻ ആ കുട്ടികളുടെ മനസ്സുകൊണ്ടാണ് ചിന്തിച്ചത്. നമുക്ക് നോട്ടുകളൊക്കെ വലിയ വിലപ്പെട്ടതാണ്, പക്ഷെ നോട്ടിനേക്കാൾ എത്രയോ വിലപ്പെട്ടതായിരിക്കും ആ കുട്ടികൾക്ക് ഈ വെള്ളാരം കല്ലുകൾ. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിച്ചു. കുറേ കാലം കഴിഞ്ഞ് ആ കുട്ടികൾ ഈ സംഭവം ഓർക്കും. അവരുടെ വെള്ളാരം കല്ലിന് ബലൂൺ വിറ്റ ഈ മണ്ടനെയും അവരോർക്കും. എൻ്റെ ഈ സ്നേഹം ഓർക്കും. അവരത് പലരോടും പറയാൻ സാധ്യതയുണ്ട്. കേൾക്കുന്നവരുടെ മനസ്സിലൊക്കെയും നന്മയെക്കുറിച്ച് ചെറിയ ചിന്തകളെങ്കിലുമൊക്കെ പൊടിയും. എനിക്കതൊക്കെ മതിയടോ, പൈസയേക്കാളൊക്കെ വിലയുണ്ടതിന്. ഇങ്ങനെയായിരുന്നു മറുപടി. ഹൊവാർഡ് കെല്ലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോകപ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കഥയുണ്ട്. ഒരു പാവം കുട്ടിയുടെ കഥയാണ്. അവന് ഉപരിപഠനത്തിന് പണം കണ്ടെത്താൻ കളിപ്പാട്ടങ്ങൾ വിറ്റ് നടക്കുന്നൊരു ജോലിയുണ്ട്. വെയിലേറ്റ് തളർന്നൊരു ദിവസം മുന്നിൽ കണ്ട വീടിൻ്റെ വരാന്തയിൽ വിശ്രമിച്ച് വീട്ടമ്മയോട് കുറച്ച് വെള്ളം ചോദിച്ചു. അവൻ്റെ വിശപ്പ് വായിക്കാൻ ആ വീട്ടമ്മയ്ക്ക് പെട്ടെന്ന് സാധിച്ചു. അവൻ്റെ തളർന്ന കണ്ണുകൾ അവൻ്റെ വിശപ്പിൻ്റെ ആഴം ശരിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് അവർ കൊണ്ടുവന്നത് വെള്ളമല്ല, വലിയൊരു ഗ്ലാസ് നിറയെ മധുരമിട്ട പാലായിരുന്നു. ആ കുട്ടി ആർത്തിയോടെ അത് കുടിച്ചിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് കീശയിൽ കൈയിട്ടു. ആകെ കുറച്ച് ചില്ലറയുള്ളൂ. അപ്പോൾ ആ അമ്മ പറഞ്ഞു, വേണ്ട, സഹായത്തിന് പണം വാങ്ങരുതെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചെറിയ വീടും പൂച്ചക്കണ്ണുള്ള വീട്ടമ്മയും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. കുറേ കാലം കഴിഞ്ഞു. വീട്ടമ്മ വൃദ്ധയായി. അസുഖം ബാധിച്ച് നഗരത്തിലെ ആശുപത്രിയിലെത്തി. ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. മിടുക്കനായ ഒരു ഡോക്ടറുണ്ട് ആ ഹോസ്പിറ്റലിൽ. അദ്ദേഹത്തിൻ്റെ നല്ല പരിചരണത്തിൽ അമ്മയുടെ അസുഖം മാറി. പക്ഷെ വലിയൊരു ബില്ലാണ് കയ്യിൽ കിട്ടിയത്. അവർ ഞെട്ടി. തുകയുടെ താഴെ ബില്ലടച്ചു എന്നൊരു സീലുണ്ട്. അതിനും താഴെ ഇങ്ങനെ പേന കൊണ്ട് എഴുതിയിട്ടിട്ടുണ്ട്. എന്താ എഴുതിയിട്ടതെന്നറിയോ? അമ്മേ, അന്നത്തെ പാലിന് പകരമായി ഇന്നത്തെ ബില്ലടച്ചിട്ടുണ്ട്. വിശന്ന് പൊരിഞ്ഞ അന്നത്തെ കുട്ടി ഇന്ന് പേര് കേട്ട ഡോക്ടറാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ
ആ അമ്മയുടെ പൂച്ചക്കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ബില്ലിങ്ങനെ കണ്ണിൽ ചേർത്ത് വെച്ചിട്ട് അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, ഹൃദയങ്ങളിൽ സ്നേഹം പടർത്തുന്നവനെ നന്ദി. ഡോക്ടർ ഹെവാർഡ് കെല്ലി ആയിരുന്നു അന്നത്തെ ആ പാവം കുട്ടി. സ്വാർത്ഥമോഹങ്ങളില്ലാത്ത സ്നേഹമേ ബാക്കിയാവൂ. എനിക്ക് എന്നത് വേണ്ട, നമുക്ക് എന്നത് മതി. വേദഗ്രന്ഥം എടുത്തു നോക്കൂ. പ്രാർത്ഥനകളേറെയും ഏകവചനത്തിലല്ല, ബഹുവചനത്തിലാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.